ഇന്ന് നമ്മൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. റെസ്റ്റോറൻറ്റുകളെ താഴെ പറയുന്ന രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. 1. 20 സീറ്റിൽ താഴെയുള്ള ചെറുകിട റെസ്റ്റോറൻറ്റുകൾ വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. 20നും 100നും ഇടയ്ക്ക് സീറ്റുകളുള്ള റെസ്റ്റോറൻറ്റുകൾ ഗ്രീൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. 100 സീറ്റിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഓറഞ്ച് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. പ്രതിദിനം 100 കിലോ ലിറ്ററിന് അഥവാ 1,00,000 ലിറ്ററിന് മുകളിൽ മലിനജലം ഉൽപ്പാദിപ്പിക്കുന്ന റെസ്റ്റോറൻറ്റുകളെ റെഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ടലുകളെ താഴെ പറയുന്ന രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. 1. ഹോട്ടൽ ഓർ ബാങ്കറ്റ് ഹാൾ 20 റൂം വരെയുള്ളതിന് ഗ്രീൻ കാറ്റഗറിയിലും, ഹോട്ടൽ ആൻഡ് റൂം ബാങ്കറ്റ് ഹാൾ അതായത് 3 സ്റ്റാർ വരെയുള്ളതിന് 20 റൂമിലധികവും 100 റൂമിൽ താഴെയുമുള്ളതിനെ ഓറഞ്ച് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹോട്ടൽ ഓർ ബാങ്കറ്റ് ഹാൾ എബോവ് 3 സ്റ്റാർ 100 റൂമും അതിലധികവും ക്ലീനറായിട്ടുള്ള ഫ്യൂവൽസ് ഉപയോഗിക്കുന്നതിനെ ഓറഞ്ച് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹോട്ടൽ ആൻഡ് ബാങ്കറ്റ് ഹാൾ എബോവ് 3 സ്റ്റാർ അല്ലെങ്കിൽ 100 മുറികളിൽ അധികമുള്ളത് റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റെസ്റ്റോറൻറ്റുകളിൽ വേണ്ട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇവയെല്ലാമാണ്. 1. മലിനജല സംസ്കരണ സംവിധാനങ്ങൾ. റെസ്റ്റോറൻറ്റുകളിലെ ജല ഉപയോഗം സീറ്റ് 1-ന് 70 ലിറ്ററായിട്ടാണ് കണക്കാക്കുന്നത്. അതേ രീതിയിൽ ഫുഡ് കോർട്ടുകളിലെ ജല ഉപഭോഗം സീറ്റ് 1-ന് 35 ലിറ്ററായിട്ടാണ് കണക്കാക്കുന്നത്. മൊത്തം ജല ഉപഭോഗത്തിൻ്റെ 80% മലിനജലമായി മാറുന്നു. ഇതിൽ 70% സള്ളേജും 30% സീവേജുമായാണ് കണക്കാക്കുന്നത്. 6000 ലിറ്ററിൽ താഴെ മലിനജലം ഉൽപ്പാദിപ്പിക്കുന്ന റെസ്റ്റോറൻറ്റുകളിലെ സള്ളേജ് ശുദ്ധീകരിക്കുന്നതിന് താഴെ പറയുന്ന സംവിധാനങ്ങൾ ആവശ്യമാണ്. 1. സ്ക്രീൻ. 2. ഗ്രിറ്റ് കം ഓയിൽ സെപ്പറേറ്റർ. 3. എനറോബിക് സംവിധാനം. ഒന്നുകിൽ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ എനറോബിക് ഫിൽട്ടർ സംവിധാനം ആണ് കൊടുക്കേണ്ടത്. 4. സോക്ക് പിറ്റ്. സീവേജ് സംസ്കരിക്കുന്നതിന് സെപ്റ്റിക് ടാങ്ക് സോക്ക് പിറ്റ് സംവിധാനം മതിയാവും. 6000 ലിറ്ററിൽ അധികവും 10000 ലിറ്ററിൽ താഴെയും മലിനജലം ഉണ്ടാകുന്ന റെസ്റ്റോറൻറ്റുകളിൽ സള്ളേജ് സംസ്കരിക്കുന്നതിന് താഴെ പറയുന്ന സംവിധാനങ്ങൾ ആവശ്യമാണ്. 1. സ്ക്രീൻ വേണം. 2. ഗ്രിറ്റ് കം ഓയിൽ സെപ്പറേറ്റർ. 3. pH ഡോസിംഗ് സംവിധാനം. 4. എനറോബിക് സിസ്റ്റം. 5. പ്രഷർ സാൻഡ് ഫിൽട്ടർ ഓർ ഡുവൽ ഫിൽട്ടർ. 6. ഡിസ്ഇൻഫെക്ഷന് വേണ്ട സംവിധാനങ്ങൾ. 10000 ലിറ്ററിൽ മുകളിൽ മലിനജലം ഉണ്ടാകുന്ന ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് സംവിധാനം ആവശ്യമാണ്. ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകളിൽ വാട്ടർ മീറ്റർ, എനർജി മീറ്റർ എന്നീ സംവിധാനങ്ങൾ നൽകേണ്ടതാണ്. ഓരോ ദിവസവും ശുദ്ധീകരിക്കുന്ന മലിനജലത്തിൻ്റെ അളവ് ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്തത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഏർപ്പെടുത്തേണ്ട ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചാണ്. ഖരമാലിന്യങ്ങളെ ജൈവമാലിന്യങ്ങളെന്നും അജൈവ മാലിന്യങ്ങളെന്നും തരംതിരിക്കാം. ഒന്നാമതായി ജൈവമാലിന്യങ്ങൾ. കേരള സംസ്ഥാനത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് സീറ്റ് 1-ന് 400 മുതൽ 500 ഗ്രാം ജൈവമാലിന്യം ഉണ്ടാകുന്നതാണ് കണക്കാക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ മറ്റു ഖരമാലിന്യങ്ങളിൽ നിന്നും കൃത്യമായി വേർതിരിച്ച് ശേഖരിക്കേണ്ടതാണ്. ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുവാൻ ബയോഗ്യാസ് പ്ലാന്റ്, കമ്പോസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിക്കാം. ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നി ഫാമുകൾക്ക് നൽകുമ്പോൾ ഇത്തരം ഫാമുകൾക്ക് ബോർഡിൽ നിന്നുള്ള പ്രവർത്തനാനുമതി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ ഇത്തരം മാലിന്യങ്ങൾ നൽകുമ്പോൾ ഇത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തതായി അജൈവ മാലിന്യങ്ങൾ. അജൈവ മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് കുപ്പി, കവറ്, പേപ്പർ, ചില്ല്, കുപ്പികൾ ഇവ കൃത്യമായി വേർതിരിച്ച് ശേഖരിച്ച് വെക്കേണ്ടതും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഇത്തരം വസ്തുക്കൾ ശേഖരിക്കുന്ന അംഗീകൃത ഏജൻസികൾക്കോ നൽകേണ്ടതാണ്. വലിയ ഹോട്ടലുകളിൽ ഇതിന് വെറ്റ് ഗാർബേജ്, ഡ്രൈ ഗാർബേജ് എന്നിവ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കാണാറുണ്ട്. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും വേണ്ട മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത്. ഞങ്ങളുടെ സ്ഥാപനമായ എയ്ഡ് കൺസൾട്ടൻറ്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഇത്തരത്തിൽ വേണ്ട ബയോഗ്യാസ്, STP
ETP എന്നീ സംവിധാനങ്ങൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെ നിർമ്മിച്ച് നൽകുന്നതാണ്.